ഒരു മര്യാദ ഇല്ലാതിരുന്ന് തിന്നുന്ന കണ്ടില്ലേ? ഇവൻ്റെ കൂടെ ഞാൻ ചെയ്ത കഴിഞ്ഞ 5 ബിസിനസ്സും പൊട്ടി 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 പൊട്ടിപ്പാളീസായിട്ടും അതിൻ്റെ ഒരു ഉളുപ്പില്ലാത്തവൻ. ഇവനെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്താലോ? എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല, എന്താ പറയണ്ടെന്ന് പറഞ്ഞേ? അത് പിന്നെ ഞാനിങ്ങനെ ആക്ച്വലി ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കായിരുന്നു. എന്താ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കായിരുന്നു. നൈസ്. ബട്ട് വൈ? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാർട്ട്ണറുടെ കൂടെ ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ കംപ്ലീറ്റ് ബുദ്ധിയും എനിക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പകുതിയല്ലേ ആവശ്യമുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എൻ്റെ ഫുൾ ക്രിയേറ്റിവിറ്റി എനിക്കകത്ത് ഇടാലോ. മാത്രമല്ല സമയം ഇരട്ടി കിട്ടും. നൈസ് നൈസ്, വെരി ഗുഡ് ഐഡിയ. ആക്ച്വലി ഞാനും അത് തന്നെയാണ് പറയാൻ വന്നത്. ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും ഐക്യമുള്ള ഒരാൾ എൻ്റെ കൂടെ വന്ന് ബിസിനസ് ചെയ്ത് വെറുതെ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? സോ അങ്ങനെയാവട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത ബിസിനസ് കാർ വാഷ്, അതിന്റെ ചെലവുകളെല്ലാം കൂടെ കഴിഞ്ഞ് ബാക്കി വന്ന കാശ് 5000, അതിന്റെ പകുതി 2500 വന്നാൽ ഞാനങ്ങ് പോയേക്കാം. അത് ആക്ച്വലി പ്രോഫിറ്റ് അല്ല, റിട്ടേൺ. അതൊക്കെ ചെലവായി പോയില്ലേ? എവിടെ ചെലവായി പോയി? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർ വാഷിന് ഒരുപാട് ചിലവുകൾ വന്നില്ലേ? ബക്കറ്റ്, വെള്ളം, തുണി, ഷാമ്പൂ, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ പല പല ബില്ലുകൾ. മൊത്തത്തിൽ ഒരു 4500 രൂപ ചിലവായി. ശരി, എന്നാലും 500 ബാക്കിയില്ലേ? അതിന്റെ പകുതി 250 എടുക്ക്. അതിനാണല്ലോ ഇന്നലെ നമ്മൾ 200 രൂപയുടെ 2 ബിയർ എടുത്തത്. അതിന് ഞാൻ കുടിക്കില്ലല്ലോ. നീ കുടിക്കില്ല, പക്ഷെ ഞാനത് എടുത്തോണ്ട് വന്നതിന് ശേഷമാണ് നീ കുടിക്കില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ ബിയർ കുടിച്ചു. പക്ഷെ ബിയർ നിന്റെ അല്ലേ? ശരി, എന്നാലും ഉണ്ടല്ലോ 100 രൂപ ബാക്കി. എന്റെ ഷെയർ 50 രൂപ എടുക്ക്. 50? 4 പഴംപൊരിയും ചായയും വെട്ടി ഒഴുങ്ങില്ലേ? പൈസ ഞാനാ കൊടുത്തേ. ഞാൻ പോവാ. ബൈ ബൈ. ആരാണ് മോള്? ആണോ? ഏട്ടായുടെ സ്നേഹമല്ലേ ഇതൊക്കെ? അയ്യോ, വലിയ പൈസ ഒന്നുമില്ല. ജസ്റ്റ് 5000 bucks അല്ലേ? ആണോ? ഓ, ലവ് യു ടു. മോള് വരും. ജസ്റ്റ് 5000 bucks ഉള്ളൂ അല്ലേ? അത് പിന്നെ നമ്മുടെ കാശ് അല്ലല്ലോ. ആണ്.